എല്ലാം വരുന്നതാണ്. നമുക്കൊരു 48 രൂപയ്ക്ക് കൊടുക്കാം 2013 ലാസ്റ്റ് വണ്ടി കേട്ടോ. AC വർക്കിംഗ് ആണ്, ഓടിക്കാനും കുഴപ്പമില്ല, ഇനി എടുത്ത് ഓടിയാൽ മതി. ആണ് AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഗ്യാരണ്ടി ആയിട്ട് എഞ്ചിനും ഗിയറൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. ബാക്കി എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളുള്ളതൊക്കെ ചെയ്തെടുക്കണം, അതിനൊക്കെ വിലയുള്ളൂ 58 രൂപയുള്ളൂ. ഏതൊക്കെ ആയാലും 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. CC അത്യാവശ്യമുള്ളവർക്ക് വന്നെടുക്കാം. ഹൈ ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ വില 1.25. ഇതിന്റെ 2.85 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ, 98,000 കിലോമീറ്റർ. ZXi മീറ്റർ, 2.75 വില. നല്ല വണ്ടിയാണ്. ചെറിയ ലോൺ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ ഏഞ്ചവള യൂസ് കാർസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ്റെ ചെറിയ സർജറി ഒക്കെ ആയിട്ട് ഇപ്പം 2 ദിവസം കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സലീബൻ്റെ അടുത്തുണ്ട്. സലീബയുടെ വീഡിയോയുടെ സ്വാഗതം. അപ്പം സ്റ്റോക്കൊക്കെ മാറി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് കുറേ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളാണ് എടുത്തിട്ടിരിക്കുന്നത്. ആർക്കും വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല എന്നുള്ള വിശ്വാസമുള്ള വണ്ടികളാണ്. നല്ലോണം ശ്രദ്ധിച്ചെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വണ്ടി എടുക്കാൻ വരുന്നവർ ഏറ്റവും നല്ല വണ്ടി ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ലേ വരുന്നത്. അപ്പോൾ അത് കണക്കാക്കി ആർക്കും ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള രീതിയിൽ നോക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോണവർക്ക് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടണം. ഒരുപക്ഷെ ഞാൻ പരിഹരിച്ചില്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യണം. ഞാൻ കൊടുത്തിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഞാൻ പരിഹരിക്കാത്തതുണ്ടെങ്കിൽ ഈ ചാനലിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, റിപ്ലൈ ചെയ്യണം. ഞാൻ പരമാവധി ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നോക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ചിലർക്ക് പറയാറുണ്ട് വില ചെറിയ വേരിയേഷൻ വന്നൊക്കെ, അങ്ങനെയൊക്കെ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് തന്നെ 2 വിലയാണ്. എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി വണ്ടിയൊക്കെ വില കൊടുത്തേ കിട്ടും. ക്വാളിറ്റി കുറയുന്നതനുസരിച്ച് പിന്നെ അപ്പോൾ 2010 വണ്ടി തന്നെ 2 ക്വാളിറ്റിയിൽ വണ്ടി കിട്ടും. 2 ഒരുപാട് ക്വാളിറ്റിയിൽ കിട്ടും. ആ ക്വാളിറ്റിയുടെ വേരിയേഷൻ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. അതിപ്പം ആർക്കെങ്കിലും വില കൂടുന്നു എന്ന് തോന്നുന്ന വണ്ടികൾ നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയായിരിക്കും, ഒരു കംപ്ലയിൻറ്റും ഉണ്ടാകത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകളും കിലോമീറ്റർ കൂടുതൽ ഓടിയത് ടയർ കുറവുള്ളതിനൊക്കെ വില കുറവായിരിക്കും. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ മാർജിനിലും കൊടുക്കാൻ പറ്റും, ഏറ്റവും മെക്കാനിക്കലി നല്ല വണ്ടികൾ എടുക്കാം. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിച്ചും തരും. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കല്ലമ്പലം തട്ടുപാലത്താണ്. നാഷണൽ ഹൈവേയുടെ സൈഡിലാണ്. ട്രിവാൻഡ്രത്തിൻ്റെ അവസാനം, കൊല്ലത്തിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ നേരെ വീഡിയോ. 2013 ലാസ്റ്റ് നാനോയാണ് AC ഉള്ള വണ്ടി, പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടി. 2013 അവിടെ എവിടെയൊക്കെ നോക്കിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്, വിഷയങ്ങളുണ്ട്. പക്ഷെ ഓടിക്കാനോ മറ്റു കാര്യങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. AC കൂളിംഗ് ഉണ്ട്. വേറെ എന്താ പറയുന്നത്, ചെറിയ സ്ക്രാച്ചുകളും ചെറിയ ചെറിയ മൈന്യൂട്ടുകളായ ഞണക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. AC ഒക്കെ വർക്കിംഗ് ആണോ കേട്ടോ? ആണ്, AC ഒക്കെ വർക്കിംഗ് ആണ്. ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ബോണറ്റിനകത്തൊക്കെ ചെറിയ തുരുമ്പിന്റെ ഒക്കെ ഒരു ഇതുണ്ട്. അത് നാനോക്ക് എല്ലാം വരുന്നതാണ്, ഇതിന് മാത്രമല്ല എല്ലാം വരുന്നതാണ്. നമുക്കൊരു 48 രൂപയ്ക്ക് കൊടുക്കാം 2013 ലാസ്റ്റ് വണ്ടി കേട്ടോ. AC വർക്കിംഗ് ആണ്, ഓടിക്കാനും കുഴപ്പമില്ല. ടയറൊക്കെ ആവറേജ് ഉണ്ട്. ടാറ്റ ഇൻഡിക്ക ഇതെന്ന് പറയുമ്പോൾ 2008 വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ടയറെല്ലാം ആവറേജ് നല്ലതാണ്, ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല. ഒരു ആവറേജ് വണ്ടിയാണ്. പക്ഷെ എഞ്ചിനൊക്കെ നല്ല എഞ്ചിൻ. ഇത് എവിടുന്ന് അങ്ങ് ഒരു 10-100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഓടി വന്ന് ഞാൻ എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ് കേട്ടോ. ഒരു എഞ്ചിനും ഗിയറും ഒക്കെ നല്ല വണ്ടി. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പണിതെടുക്കണം. ആർക്കെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്ക് എത്തി വൃത്തിയാക്കിയൊക്കെ എടുക്കാണ്ട് കേട്ടോ. ഇതിന് സ്ക്രാപ്പ് വാല്യൂ തന്നെ 40 രൂപ വിലയുണ്ട്. അതാണ് ഇതിന്റെ വില. പക്ഷെ വണ്ടി ഓടെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. AC വർക്ക് അല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് 40 രൂപയ്ക്ക് കൊടുക്കാം. 40 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊന്നും എടുത്താൽ ആർക്കും ഒരിക്കലും നഷ്ടം വരില്ല. ഒരു പക്ഷേ ഓടാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ കൊണ്ട് ഓടിച്ച് അവിടെ കൊണ്ട് ഇട്ട് കൊടുത്താൽ 40 രൂപ കിട്ടും. അങ്ങനെ വില കിട്ടും കേട്ടോ. എന്നാലും വണ്ടി കൊള്ളാം, ഓടിക്കാനൊക്കെ കൊള്ളാം. AC കൂളിംഗ് ഇല്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് 7 അൾട്ടോ ആണ്. 27 പേപ്പർ ഉണ്ട്. ഒരു ആവറേജ് വണ്ടി. ഒരു ആവറേജ് വണ്ടി. AC ഉള്ള വണ്ടി. AC കൂളിംഗും ആണ്, ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ചെറിയ ചെറിയ പാച്ച് വർക്കൊക്കെ ഉണ്ടെന്ന് അടിയിൽ ഉണ്ട്. ചേട്ടാ ഇത് ചെറിയ പൊടിയടിച്ച് കിടക്കാണ്, വൃത്തിയാക്കി എടുക്കാനുണ്ട്. പൊടി ഈ റോഡ് പണി നടക്കുന്ന കാലത്തോളം വണ്ടികൾ വൃത്തിയാവത്തില്ല കേട്ടാ. 2007 വണ്ടിയാണ് കേട്ടോ. ഇതിനകത്ത് വല്ല പഠിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ
യൂസ് ചെയ്യാം. ഒരു 800 സാധാ 800 വില ഒരു 58 രൂപയ്ക്ക് കൊടുക്കാം. ഇൻഷുർ തീർന്ന് കിടക്കുകയാണ് കേട്ടോ. 2007 വണ്ടി, AC ഉള്ള വണ്ടി അല്ലേ? AC ഉള്ള വണ്ടി ഒരു 58. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. എഞ്ചിൻ ഗ്യാരണ്ടി ആയിട്ട്, എഞ്ചിനും ഗിയറൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. ബാക്കി എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളുള്ളതൊക്കെ ചെയ്തെടുക്കണം. അതിനൊക്കെ വിലയുള്ളൂ 58 രൂപയുള്ളൂ. ചിലപ്പോൾ അടുത്ത് നല്ലൊരു ഓൾട്ടോ അല്ലേ? 2008 LXi ഓൾട്ടോ, AC പവർ സ്റ്റിയറിംഗ്, ACയും പവർ സ്റ്റിയറിംഗ് ഉള്ള ഓൾട്ടോ. ഇതിന്റെ ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ടാവും ചേട്ടാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ 85,000 കിലോമീറ്റർ അല്ലേ? നമുക്ക് വിലയും 85 രൂപയാണ് കേട്ടോ. 85 രൂപ കൊടുക്കുക അല്ലേ? അതെ അതെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് നല്ല വണ്ടി. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ കൊള്ളാം. ടയർ കണ്ടീഷൻ ഒരു 67% ടയറൊക്കെ ഉണ്ട്. വേറെ ബോഡിയൊക്കെ കുഴപ്പമില്ല, നീറ്റ് ആയിരിക്കും. വേറെ ചെറിയ ഇതാണ്ട് പൊള്ളലുകളൊക്കെ താണ്ട് ഇവിടെ ഉണ്ട്. മൈന്യൂട്ട് ചെറിയ പൊള്ളല് അതുപോലെയൊക്കെ ഉണ്ട്. ചെറിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പഴയ വണ്ടികളല്ലേ. 85 രൂപയ്ക്ക് കൊടുക്കാം. 2028 വരെ പേപ്പറുള്ള സാൻഡ്രോ സിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന നല്ല വണ്ടി. പക്ഷേ മോഡല് 3 ആണ്, 2003 ആണ് കേട്ടോ. 2003 വണ്ടി നല്ല ക്വാളിറ്റി ആയിരിക്കും. 2003 വണ്ടിയാണ്. 2028 വരെ പേപ്പറുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ. പവർ വിൻഡോ ഉള്ള വണ്ടി. വണ്ടി നല്ല വണ്ടി. ഇപ്പോൾ ഒരു 2008 വണ്ടി എടുക്കുന്ന അതേ ലാഘവത്തോടുകൂടി എടുക്കാൻ പറ്റിയ 2003 വണ്ടി. ടയർ കണ്ട് 60% ടയർ ഇല്ല 65 രൂപയാണ് വില. 65,000. സ്വപ്പം വില കൂടുതലും തോന്നുന്നു. നല്ല വണ്ടി ആയതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് എടുത്തതാണ്. വലിയ വണ്ടി കുഴപ്പമില്ല. ചെറിയ പണികളൊക്കെ ഉള്ള ചെയ്യിച്ചിട്ടുണ്ട്. അതാണ് ഈ പൈസ ആയത്. ഇനി എടുത്ത് ഓടിയാൽ മതി. ആണ് AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടീഷൻ വണ്ടി. ഓൾട്ടോ LXi 2010, 5 വർഷം പേപ്പറുണ്ട്. 5 വർഷം പേപ്പറുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വില സ്വപ്പം കൂടുതലായിട്ട് തോന്നുമെങ്കിലും വണ്ടി അതിനും വേണ്ടി ക്വാളിറ്റി. റെഗുലർ കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ. ഓണർഷിപ്പ് കിലോമീറ്റർ കേട്ടില്ല. കിലോമീറ്റർ 85. ടയർ 4 പുത്തൻ ടയർ ഉണ്ടല്ലോ കേട്ടോ. ടയർ നല്ല കണ്ടീഷൻ ഉണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. അത് AC വരുന്നുണ്ട്. ACയും പവർ സ്റ്റിയറിംഗ് അല്ലേ കേട്ടോ? AC പവർ സ്റ്റിയറിംഗ്, കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 1.25 രൂപ വിലയാണ് കേട്ടോ. വില സ്വല്പം കൂടുതലായിട്ട് തോന്നുന്നു. വണ്ടി അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം കൂട്ടുന്നതല്ല. നല്ല വണ്ടിയാണ് കേട്ടോ. അവർ എടുക്കുന്നവർക്ക് ഒരു യാതൊന്നും ചെയ്യാതെ 5 വർഷം പേപ്പർ അല്ല അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ നന്ദു 2031 വരെ പേപ്പറുള്ള 2031 വരെ പേപ്പറുള്ള K സീരീസ് എസ്റ്റിലോ ആണ്. അപ്പോഴേ ഈ വർഷം ജനുവരി റീടെസ്റ്റ് ചെയ്ത K സീരീസ് എസ്റ്റിലോ ആണ്. അപ്പോൾ 2011 വണ്ടിയോ? 2010 ആണ്. കോമ്പൗണ്ടിങ് ഫീസ് അടച്ച് ടെസ്റ്റ് ഡിലേ ആയതിന് കോമ്പൗണ്ടിങ് ഫീസ് അടച്ച് ചെയ്തതാണ്. 2 ആക്സിൽ മാറാനുണ്ട്. ആ ആക്സിലൂടെ മാറി വണ്ടി ക്ലിയർ ആക്കി കണ്ടീഷനാക്കി 1.35 ഓണർഷിപ്പ് തേർഡാണ്. ടയർ കണ്ടീഷൻ ഫ്രണ്ടിൽ ബാക്ക് ആവറേജ് ആണ്. അപ്പം കിലോമീറ്റർ 70 പേപ്പറുണ്ട്. 2031 വരെ പേപ്പറുണ്ട്. 78,000 കിലോമീറ്റർ ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഈ ആക്സിൽ മാറാനുണ്ട്. ആക്സിൽ മാറി എല്ലാം തീർന്ന് നല്ല കണ്ടീഷനാക്കി 1.35 കൊടുക്കും. കിഡ് RXT 2016 അവസാനം, സെക്കൻഡ് ഓണർ വണ്ടി. 35,000 കിലോമീറ്റർ. 1 ലിറ്റർ ആണ്. 800 cc ആയിരിക്കുമല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ കേട്ടോ. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി. വില അതിനൊക്കെ കുറവുണ്ട്. നല്ല വണ്ടിയായിട്ട് 2 രൂപയാണ് വില കേട്ടോ. RXT ആണ് വേരിയന്റ് കേട്ടോ. RXT ആണ് വേരിയന്റ്. ഇതിനകത്ത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 2 ഡോർ പവറും AC പോസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 34,600 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 34,600. 35 എഴുതിയിരിക്കുന്നു. അതെ അതെ. അപ്പൊ അത്രേ ഓടിയിട്ടുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. വില കുറവാണ്. ആൾക്കാർ 2.25 രൂപയൊക്കെ മാർക്കറ്റ് ചോദിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപയാണ് ഫൈനൽ വിലയാണ്. നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയും പൈസ CC കിട്ടും. CC എടുക്കുന്നതിനെക്കാട്ടും നല്ലത് വല്ല സ്വർണ്ണവും കാണും അടുത്ത് പണയം വെച്ചോന്ന് മേടിക്കുന്നതാണ്. ഏതൊക്കെ ആയാലും 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. CC അത്യാവശ്യമുള്ളവർക്ക് വന്ന് എടുക്കാം. വില 2 ലക്ഷം രൂപയാണ്.
റെഡിക്കേഷൻ എടുക്കാൻ പറ്റും എടുക്കാം. അതെ 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 അതെ. ശരി. നിസാൻ മൈക്ര ഏറ്റവും കൂടിയ വണ്ടി 2012 അസാധ്യ ക്വാളിറ്റി, അന്യായ ക്വാളിറ്റിയാണ്. 2012 പെട്രോൾ ആണ് കേട്ടോ. ഓണർഷിപ്പ് കിലോമീറ്റർ ഏട്ടാ? ഓണർഷിപ്പ് തേർഡ് കിലോമീറ്റർ 65. 60,000 കിലോമീറ്റർ. XV ആണ്. XV വണ്ടി എന്ന് പറഞ്ഞാൽ അന്യായ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഒന്നുമില്ല, നല്ല വണ്ടി. വില കുറവാണ്, 1.25 രൂപയാണ് ഫൈനൽ വിലയാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, പെട്രോൾ വണ്ടി, XV ഏറ്റവും കൂടിയത്. ഇന്റീരിയർ കാണുമ്പോൾ അറിയാം എന്തോരം ക്വാളിറ്റി എന്നറിയാമോ? ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, AC ഓട്ടോമാറ്റിക് AC ഏറ്റവും കൂടിയ വണ്ടി XV. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ടയർ കണ്ടീഷൻ കൂട്ടാണ്. വണ്ടി നീറ്റ് വണ്ടിയില്ല ഏട്ടാ, ഹൈ ക്വാളിറ്റി വണ്ടി. നമ്മുടെ വില 1.25. അപ്പോൾ സലീമയുടെ നെക്സ്റ്റ് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ 2012 ZXi എന്ന് വെച്ചാൽ പെട്രോൾ ടോപ്പ് എൻഡ് വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. പെയിന്റ് ഒക്കെ അങ്ങും ചെറിയ സ്ക്രാച്ചുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. മെക്കാനിക്കലി ബാക്കി എല്ലാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ ആയിട്ടാ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ 98,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഫസ്റ്റ് ഓണർ വണ്ടി. വണ്ടി കൊള്ളാലോ, നീറ്റ് നല്ല വണ്ടി. ആ ഫ്രണ്ടിലും ആ സൈഡിലൊക്കെ ചെറിയ മൈന്യൂട്ടുള്ള സ്ക്രാച്ചസ് അത് കാണിച്ചു കൊടുക്കണേ. ഒരു ടച്ച് ആൻഡ് പോളിഷ് ചെയ്താൽ മതി. സീറ്റിന്റെ ഡ്രൈവർ സീറ്റ് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതൊന്നും നോക്കാനൊന്നും ആരെയും കൊണ്ടുവരണമെന്നില്ല കേട്ടോ. അവിടെ കിടക്കുന്ന വണ്ടികൾ നിങ്ങൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാനത് പരിഹരിക്കും. അപ്പൊ എന്തായാലും മാരുതി അന്ത ടോപ്പ് എൻഡ് വണ്ടി അലോയ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC എല്ലാം വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ? ഇതിന്റെ 2.85 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ, 98,000 കിലോമീറ്റർ. ZXi. നെക്സ്റ്റ് i20 സ്പോർട്സ് ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, 76,000 കിലോമീറ്റർ. കേട്ടാ, വണ്ടി കണ്ടീഷൻ വണ്ടിയാണല്ലോ. വണ്ടി നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി വണ്ടി. സ്പോർട്സ് ആണ് വേരിയന്റ്. ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 76. ചെറിയ പണികൾ നാളെ ചെയ്തിടും. ഉണ്ട് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പണിയുണ്ട്. സീറ്റ് കവർ പുതിയത് അടിച്ചിടും. സീറ്റ് കവർ പുതിയത് അടിക്കാത്താണെങ്കിൽ 5,000 രൂപ അതിന് കുറച്ച് കൊടുക്കും. അല്ലെങ്കിൽ സീറ്റ് കവർ അടിച്ചിട്ട് നല്ല സീറ്റ്, പക്ഷെ എന്നാലും ഒരു കളർ വ്യത്യാസം ആയതുകൊണ്ട് അടിക്കാന്ന് വിചാരിച്ചു. ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് പുതിയ ക്ലച്ച് പീസ് തൊട്ട് 3 ലക്ഷം രൂപയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കും കേട്ടോ. 2013 ഹോണ്ട അമേസ് ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. 1.35 മൈലേജ്, അന്തം വിട്ട മൈലേജാ. ഉണ്ട്. ഓടിച്ച് തെളിയിച്ച വണ്ടിയാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1.35. നല്ല ക്വാളിറ്റിയാണ്. ഈ ബമ്പറിന്റെ അടിസൈഡിലും വേറെ എവിടെ ഇത്തിരി പെയിന്റ് പോയിരിപ്പുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അതൊന്നും അറിയത്തില്ല. ഇന്ത്യയുടെ കണ്ടീഷൻ, സീറ്റ് ഫാബ്രിക് ആണ്, കുഴപ്പമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടീഷൻ നല്ല വണ്ടി. കുഴപ്പമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഹോണ്ട അമേസ് നല്ല മൈലേജ് ആണ്. റേഞ്ച് കണ്ടീഷനും പക്കയാണല്ലോ. ആണ്. അതാണ്ട് ഈ ഭാഗത്തൊക്കെ എത്തിരി പോലെ പെയിന്റ് പോയിട്ടുണ്ട്. അത് സമയം കിട്ടുമെങ്കിൽ ടച്ച് ചെയ്യാം. ഒന്നും കുഴപ്പമില്ല. സിംഗിൾ ഓണർ, 1.35 കിലോമീറ്റർ, 2.75 വില. നല്ല വണ്ടിയാണ്. ചെറിയ ലോണ് കയറും. ഫസ്റ്റ് ഓണർ അല്ലേ, ലോണ് കയറും. i20 2011 വണ്ടി. ഈ വർഷം ഡിസംബറിലാണ് റീടെസ്റ്റ് വരുന്നത്. പെയിന്റ് ചെയ്യിപ്പിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. ഡീസൽ വണ്ടി. സ്പോർട്സ് ആണ്. ഓണർഷിപ്പ് 3, കിലോമീറ്റർ 92. വില 1,55,000 രൂപ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്. സ്പോർട്സ് വണ്ടി, ഡീസലാണ്. അലോയ്സ് വരുന്നുണ്ട്. പിന്നെ ടാക്സ് അടച്ച് റീടെസ്റ്റ് ചെയ്ത് ഈ വർഷം ഡിസംബറിൽ ചെയ്തെടുക്കുക. ഒരു 10-12 രൂപയ്ക്കകത്തുള്ള ചെലവേ വരത്തുള്ളൂ. ഇൻഷുറൻസ് കൂടാതെ. പിന്നെ 5 വർഷത്തെ പേപ്പർ കിട്ടും. ടെസ്റ്റ് ആവുന്ന വണ്ടിയൊക്കെ വൃത്തിയുള്ളതാണെങ്കിൽ ചെറിയ ചെലവുകളെയാണ്. എല്ലാം വർക്കിംഗ് ആണ്. സ്പോർട്സ് വണ്ടി. 1.55 വില കേട്ടോ. 2016 ലോഡ്ജി. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ അല്ലേ? തേർഡ് ഓണർ ആണ്. ഡീസൽ വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ തേർഡ് കിലോമീറ്റർ 1.30, വില 3.25. ഇനി വേറെ ലോഡ്ജി ഉണ്ട്, അത് നമുക്ക് ഇനി കാണിക്കാം. 7 സീറ്റർ ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, ഫോർഡർ പവറിന്റെ പോസ്റ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന് മൈലേജ് എത്ര കണ്ടല്ലോ? 10-18 മൈലേജ് കൂടുതലുണ്ട്.
ഓക്കെ. ജെറ്റ് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു i10 അടപ്പുണ്ടല്ലേ? അതെ, i10 ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. 2-3 വീഡിയോ വന്നിട്ടും പോവാത്ത വണ്ടിയാണ്. ഹൈ ക്വാളിറ്റിയാണ്, 100% ഗ്യാരണ്ടിയിൽ തരും. വില എനിക്ക് തോന്നുന്നു എനിക്കെടുത്തത് കൂടിയതാണോ ഇനി അല്ലെങ്കിൽ വരുന്നവർക്ക് കൂടിയതാണെന്ന് തോന്നുന്നതെന്നും അറിയത്തില്ല. പക്ഷെ ഏതൊക്കെയായാലും വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. ഇതൊക്കെ എക്സ്ട്രാ ഗ്യാരണ്ടിയിൽ കൊടുക്കും. അത്രയും ക്വാളിറ്റി ഉണ്ട്. അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്നും പറഞ്ഞ് ഞാൻ എടുത്താണ്. 2-3 വീഡിയോ ഉണ്ട് പോവാതെ കിടക്കുകയാണ്. വണ്ടിയുടെ കുഴപ്പമല്ല, വരുന്നവരെ കുഴപ്പവും എൻ്റെ കുഴപ്പമാണ്. അല്ലാതെ വില കൂടുതൽ ഒന്നുമില്ല. പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. ടയറിന് മാത്രമേ തേയ്മാന സ്വപ്പം ഉണ്ടാവും. 2.5 രൂപയായാലും കൊടുക്കാം. ഒന്നുമില്ല, 2.5 രൂപയായാലും കൊടുക്കാം. 50,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. കൊല്ലം വണ്ടി. ഒരു SX4 2007 വണ്ടിയാണ്. മെക്കാനിക്കലി ഓടിക്കാനും നല്ല അസാധ്യ ക്വാളിറ്റി വണ്ടിയാണ്. ബാക്കിലെ സ്റ്റോപ്പ് ലൈറ്റ് പൊട്ടിയിരിപ്പുണ്ടെന്നല്ലാതെ മറ്റ് ഇഷ്യൂസുകളില്ല. 1 വർഷം കഴിഞ്ഞ് കൊണ്ടുപോയി റീടെസ്റ്റ് ചെയ്യുക. പെട്രോൾ വണ്ടിയാണ്. വില നമുക്ക് നിലവിൽ ഇൻഷുറൻസ് ഇല്ല. നിലവിലെ കണ്ടീഷനിൽ ഒരു 95 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. നല്ല ഓടിക്കാൻ ഭയങ്കര സുഖമുള്ള വണ്ടി, ഹൈ ക്വാളിറ്റിയാണ്. ടയർ കണ്ടീഷൻ കൊള്ളാം. അപ്പം വണ്ടി ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടി. ഒരു സ്റ്റോപ്പ് ലൈറ്റ് പൊട്ടിയിരിപ്പുണ്ട്. 1 വർഷം കഴിഞ്ഞ റീടെസ്റ്റ് വരും. നല്ല വണ്ടി 95 രൂപയ്ക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഫിയറ്റ് പുന്തോ 2010 ഇപ്പോഴും റീടെസ്റ്റ് കഴിഞ്ഞ ഫിയറ്റ് പുന്തോ ആണ്. ഇത് ഡീസൽ വണ്ടി. മൈലേജ് നല്ല മൈലേജ് ആണ്. വണ്ടി ഓടിക്കാനും ഒക്കെ സൂപ്പർ വണ്ടിയാണ്. നല്ല മസിൽ പവർ ഉള്ള വണ്ടിയാണ്. ടയറെല്ലാം നല്ല ടയർ, ബാക്കി ഇഷ്യൂസുകളൊന്നുമില്ല. ടർബോക്കൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, എൻജിൻ പണി ഉണ്ടായിരുന്നു, ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചെയ്ത് നല്ല പൈസയായി നിൽക്കുന്നു. ഏതൊക്കെയാലും വില എങ്ങനെ കൊടുത്താലും നഷ്ടത്തിൽ കൊടുക്കേണ്ട വണ്ടിയാണ്. കംപ്ലൈൻറ്റുകൾ മാറ്റി എല്ലാ കംപ്ലൈൻറ്റുകളും മാറിയിട്ടുണ്ട്. നമുക്ക് 1.35 കൊടുക്കാൻ പറ്റും കേട്ടോ. 1.35 കൊടുക്കാൻ പറ്റും. 5 വർഷം പേപ്പറുണ്ട്. എൻജിൻ പണിതിട്ടുണ്ട്, ക്ലച്ച് പീസ് മാറിയിട്ടുണ്ട്, പിന്നെ എന്താ പറയുന്ന ടർബോ മാറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഇഞ്ചക്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പണിത് ഒരുപാട് പൈസയായി. 1.35 കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ലോഡ്ജ് അസാധ്യ ക്വാളിറ്റി, സെക്കൻഡ് ഓണർ, 85,000 കിലോമീറ്റർ ഓടിയ 85 PS ലോഡ്ജിയാണ്. സെക്കൻഡ് ഓണർ, 85,000 കിലോമീറ്റർ. ഡീസൽ വണ്ടി, അന്യായ ക്വാളിറ്റി വണ്ടിയാണ്. പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത് പോലെ ഇരിക്കും. ചെറിയ സ്ക്രാച്ചസ് അല്ലാതെ വേറൊന്നുമില്ല. ഓടിക്കാനായാലും മൈലേജ് അന്യായ മൈലേജ് ആണ്. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. 7 സീറ്റർ വണ്ടി. വലിയ വിലയ്ക്ക് തിരക്കി നടക്കുന്നവർക്ക് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടെന്നല്ലാതെ 85 PS വണ്ടിയാണ്. ഹൈ ക്വാളിറ്റിയാണ്. ഓടിക്കാൻ നല്ല സുഖം, നല്ല മൈലേജ്. 4,400 രൂപ വില. 2018 വണ്ടി. ഏറ്റവും കുറവാണ് വില. ഇതൊക്കെ 6 രൂപയ്ക്ക് പുറത്ത് മാർക്കറ്റ് വിലയാണ് കേട്ടോ. നല്ല മൈലേജ് ആണ്. 18 പുറത്ത് മൈലേജ് ആണ്. ഗ്യാരണ്ടി മൈലേജ് ആണ്. ലോണൊക്കെ കിട്ടും. പിന്നെ കിട്ടും. അതിൽ കൂടുതൽ കിട്ടും. 2 ഡാറ്റ്സന്റെ, ഒന്ന് ഗോയും ഒന്ന് റെഡി ഗോയും. ഇത് ഒരെണ്ണം കച്ചവടമായി കിടന്നതാണ്, പിന്നെ പോവാഞ്ഞതാണ്. ഇത് ഡാറ്റ്സൺ ഗോ 2015 വണ്ടി. 1.25 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ആൾട്രൊക്കെ ചെയ്ത 5 പുത്തൻ ടയറുള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് കിലോമീറ്റർ 65,000. 35,000 ഓടിയ റെഡിഗോ ആണ്. 2016 വണ്ടി. 1.55 കൊടുക്കാം കേട്ടോ. 2 നല്ല വണ്ടികൾ. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയി കൊടുക്കാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും പറയണ്ട? അല്ലല്ലേ, എനിക്ക് പറയാനില്ല. അല്ല, എന്തെങ്കിലും എടുത്തോണ്ട് പോണവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ, ഞാൻ പരിഹരിക്കാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാവരുടെയും ഇത് കണക്കാക്കി ഏറ്റവും നല്ല വണ്ടികൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് അത്രേ പറ്റത്തുള്ളൂ. ഈ പഴയ വണ്ടിയുടെ കച്ചവടം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഏറ്റവും പരമാവധി ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുകൊണ്ട് ജീവിക്കുമ്പം ഇതിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തേ പറ്റൂ. വരുന്ന വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ നന്ദുവിന് സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത്. ഇനി അടുത്ത വീഡിയോ ഉടനെ തന്നെ വരും. കുറഞ്ഞ വണ്ടികൾ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ വില കൂടിയ വണ്ടികൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എങ്കിൽ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. ശരി.